ഹലോ ഫ്രണ്ട്സ്, ആദ്യ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് ഉണ്ണിത്തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള നമ്മളെ പറമ്പിൽ വാഴ വീണപ്പോൾ അതിൻ്റെ ഉണ്ണിത്തണ്ട് എടുത്തതാണ്. അപ്പോൾ അത് മുതിരയും കൂടി വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതാ ഉണ്ണിത്തണ്ട് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു നാരുണ്ടാവുമല്ലോ, അതൊക്കെ എടുത്തിടുകയാണേ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആ നാരൊക്കെ നമ്മൾ എടുത്തൊഴിവാക്കണം കേട്ടോ. അതെടുത്തൊഴിവാക്കാതെ നമ്മൾ അരിഞ്ഞുണ്ടാക്കാൻ പാടില്ലേ, അതൊക്കെ എടുത്തൊഴിവാക്കണം. അതതിൻ്റെ വേസ്റ്റ് കേട്ടോ. ഇനി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ മുതിര വറുത്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഒരു ചീഞ്ചട്ടിയിലോട്ട് മുതിര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഒന്ന് കഴുകിയെടുക്കാണ്. നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ടെടുക്കുക കേട്ടോ. ഇനി ഭാഗത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്ത് വേവിക്കാനായിട്ട് വെക്കുന്നത്. ഞാൻ ഈ സമയം ഉപ്പിട്ടിട്ടില്ലേ. ഇനി നന്നായിട്ട് മുതിര വെന്തിട്ടില്ല, ഒരു ഹാഫ് വേവ് ആയപ്പോൾ ഞാൻ കഴുകി എന്താ പറയുക, ഉണ്ണിത്തണ്ടൊന്ന് കഴുകണേ. ഇനി ആ മുതിരയിലോട്ട് ഉണ്ണിത്തണ്ടും കൂടി ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ മുതിര മൊത്തത്തിൽ വേവിച്ചെടുക്കാഞ്ഞത്. ഇനി ഇപ്പോൾ ഈ സമയം ഞാൻ ഉപ്പിട്ടെടുക്കുന്നത്. ഉപ്പിട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇട്ടൊന്നും കൂടി വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇനി അത് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. വറ്റൽമുളക് ഒന്നെടുക്കാൻ കാരണം ഒരുപാട് എടുത്ത കുട്ടികൾക്ക് എരിവുകൊണ്ട് കഴിക്കാൻ കഴിയില്ല വെച്ചിട്ടാണ്. അപ്പോൾ അതൊരു ചെറിയ പാത്രത്തിലോട്ട് ഇട്ടുകൊടുത്ത് ഞാൻ കുത്തി കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി കുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയും കൂടി കുത്തി കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കടുക് പൊട്ടിച്ചെടുക്കണേ. ചതച്ച് വെച്ചതും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണേ. ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്ന സ്മെല്ല് കിടില സ്മെല്ലാണത്. അടിപൊളി കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളെ മുതിരി ഉണ്ണിത്തണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ വറവൊന്ന് മൂത്തതിൻ്റെ ശേഷം ഈ വേവിച്ച് വെച്ച ഉണ്ണിത്തണ്ടും മുതിരും കൂടി ചേർത്തെടുക്കുകയാണ്. അതിൽ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശമുണ്ട്. അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ.
അപ്പം അതായത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മുതിരയും ഉണ്ണിത്തണ്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണേ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.